വീണ വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങൾ FD രേഖകൾ എന്നിവ കണ്ടെത്തിയെന്നാണ് EDയുടെ നിലപാട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, എന്തൊക്കെയാണ് ED കണ്ടെത്തിയതായി പറയുന്നത്? എൽദോ, ED പുറത്തിറക്കിയ കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. വീണയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങൾ, FD രേഖകൾ എന്നിവ കണ്ടെടുത്തു എന്നാണ് EDയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം 2.78 കോടി രൂപ കൈപ്പറ്റിയ കേസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് കൂടി അറിയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ശശിധരൻ കർത്തയുടെ വീടിന് മുന്നിലാണ്. ഈ റെയ്ഡ് 11 മണിക്കൂർ പിന്നിടുന്നു. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ശശിധരൻ കർത്ത ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് വാർദ്ധക്യമായിട്ടുള്ള സഹജമായ അസുഖങ്ങളായി കുറെ നാളുകളായി തന്നെ അദ്ദേഹം ചികിത്സയിലാണ്. കഴിഞ്ഞ തവണ 2022 ഇവിടെ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 2 തവണ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED ഓഫീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED സമൻസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരായില്ല. ഇന്നിപ്പോഴും അദ്ദേഹം വീട്ടിലില്ല. അദ്ദേഹത്തിന്റെ മകൻ ശരൺ S കർത്തയാണുള്ളത്. അദ്ദേഹത്തിന്റെ വിശദമായിട്ടുള്ള മൊഴി എടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ED പരിശോധിക്കുന്നത് വീണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ലഭ്യമാകുമോ, അതല്ലെങ്കിൽ ബാങ്ക് വഴിയാണോ ഈ ഇടപാട് നടത്തിയത്, ഏതെങ്കിലും തരത്തിലുള്ള ഡ്രാഫ്റ്റുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നീ കാര്യങ്ങളാണ് ED ഈ വീട്ടിലെ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും 11 മണിക്കൂർ ഈ പരിശോധന പിന്നിടുന്നുണ്ട്. മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഈ EDയുടെ തന്നെ കുറിപ്പായി തന്നെ നമുക്ക് ഇത് ലഭ്യമാകും. നിലവിൽ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി വന്ന കുറിപ്പിലാണ് വീണയുടെ വീട്ടിൽ നിന്നുമാണ് രേഖകൾ കണ്ടെടുത്തു എന്ന് പറയുന്നത്. ഇനി ശശിധരൻ കർത്തയുടെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഓഫീസിലും നടത്തിയ പരിശോധനയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണത്തെ ED പരിശോധനയിൽ CMRLന്റെ ചില ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് ഈ ബിസിനസ്സുമായി, വീണയുടെ സ്ഥാപനവുമായി നടത്തിയ പണമിടപാടിനെ കുറിച്ചോ മറ്റ് രേഖകളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും അറിയില്ല എന്നൊരു മൊഴിയായിരുന്നു നേരത്തെ നൽകിയത്. ശശിധരൻ കർത്തയ്ക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയതെന്നായിരുന്നു ജീവനക്കാർ അന്ന് നൽകിയ മൊഴിയും. എന്തായാലും ആ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ വീട്ടിലുമുള്ള റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡ് പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നവമി നൽകുന്നത്. ശശിധരൻ കർത്തയുടെ ഓഫീസുകളിലെ റെയ്ഡ് അതിപ്പോഴും നടക്കുന്നു. എന്നാലും വലിയ സാഹചര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടത്. 12 ഇടങ്ങളിലായിട്ടുള്ള റെയ്ഡ് അത് രാവിലെ തുടങ്ങി ഏതാണ്ട് 8-8.5 മണിക്കൂറോളം നീണ്ടു. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ, ആ വീട്ടിലെ റെയ്ഡിന് ശേഷം ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു അതിനാടകീയമായിട്ടുള്ള രംഗങ്ങൾ. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിന് നേരെ കുപ്പികളും ഇഷ്ടികയും ഒക്കെ വലിച്ചെറിഞ്ഞു. അതിൻ്റെ മുൻഭാഗത്തെ ചില്ല് തകരുന്നത് കാണാം. അത് വീണ്ടും വീണ്ടും തകർക്കുന്നുണ്ട്. അവിടെ നേതൃത്വത്തിന് കൊച്ചിയിലെ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ ഡാനി ഇപ്പോൾ കൂടി നൽകും. ഡാനി, എന്താണ് വിവരങ്ങൾ? എൽദോ, ഏതാണ്ട് 6 മണിയോടുകൂടി എത്തിയ സംഘം പിന്നീട് പരിശോധനയിലേക്ക് കടന്നു. ഇപ്പോഴും ഈ കൊച്ചിയിൽ ഇപ്പോൾ നമ്മളുള്ളത് ആലുവയിലുള്ള CMRന്റെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നിടത്താണ് നമ്മളുള്ളത്. ഇവിടേക്ക് എത്തിയിരിക്കുന്ന പരിശോധന സംഘം എത്തിയിട്ട് പിന്നീട് ഈ പരിശോധനാ സംഘത്തിലെ ആരെങ്കിലും തന്നെയോ പുറത്തേക്ക് വരികയോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ മണിക്കൂറുകൾ ഇത്രയും തന്നെ അവർ അതിനകത്ത് തന്നെ തുടരുകയാണ്. പരിശോധനയിൽ വിവിധ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രഭവ സ്ഥാനമെന്ന് പറയുന്നത് CMRL കമ്പനി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ എല്ലാം തുടക്കമുണ്ടായിരിക്കുന്നതും ഈ കമ്പനി ഓഫീസിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആദ്യമുണ്ടായത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിംഗ് റിപ്പോർട്ട് വരുന്നതും പിന്നീട് അതിനെ തുടർന്ന് SFIയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതും അതിൻ്റെ ചുവട് പിടിച്ച് ED കടന്നു വരുന്നതുമെല്ലാം ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീട് കടന്നു വരുന്നതെല്ലാം തന്നെ. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണവും കാര്യങ്ങളുമെല്ലാം തന്നെ ഈ ഓഫീസ് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഒരു വിശകലനങ്ങളും എല്ലാം തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനകൾ ഇത്ര കണ്ട് നീളുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. CMRL അതിൻ്റെ ഒരു പരമാവധി ശേഷിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായതോടെ ED നീക്കങ്ങൾ, അതായത് അനുകൂല ഉത്തരവുണ്ടായി അടുത്തൊരു അപ്പീലിലേക്ക് പോകും മുമ്പ് തന്നെ കാര്യങ്ങൾ നീക്കി ED എന്നുള്ളതാണ്. CMRL ഓഫീസിന് മുന്നിൽ നിന്നാണ് ചേർന്നത് ഡാനി ഇപ്പോൾ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.